ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തിയായ വെയിറ്റ് ലോസ് റെസിപ്പിയാണ്. ക്രേവിങ്സ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെൽത്തി സ്വീറ്റ് റെസിപ്പി മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ജോലിക്ക് പോകുന്നവർക്ക്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരമില്ലാത്തവർക്ക് ഇത് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, നല്ല ടേസ്റ്റായി ബ്രേക്ക്ഫാസ്റ്റിന് പകരമായി എന്ത് കഴിക്കണം എന്ന് ചിന്തിക്കുന്നവർക്കുമൊക്കെ ഇങ്ങനെ നല്ലൊരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തിയാണ്, നല്ല ന്യൂട്രീഷ്യസ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇത് ലഞ്ചായോ ഡിന്നറായോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. 3 നേരത്തിൽ ഏതെങ്കിലും ഒരു നേരം ഇതുപോലെ കഴിച്ചാൽ മതി. നിങ്ങൾക്ക് മധുരത്തിനോടുള്ള ആസക്തി കൂടുതലാണെങ്കിൽ മധുരപലഹാരങ്ങൾക്ക് പകരമായി ഇങ്ങനെ നല്ലൊരു ഷേക്ക് തയ്യാറാക്കി കഴിക്കാം. വണ്ണം കൂടില്ല, പക്ഷേ വിശപ്പ് കുറയ്ക്കാൻ സാധിക്കും. മധുരം കഴിക്കണമെന്നുള്ള ആസക്തിയും കുറയും. ഇതുപോലെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ വെയിറ്റ് ലോസ് ഷേക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയാണ് ഈ ഒരു ഹെൽത്തി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു ഹെൽത്തി റെസിപ്പി തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സായി ഞാൻ എടുത്തിരിക്കുന്നത് 3 ബദാം, 2 കാഷ്യൂനട്ട്, മധുരത്തിനായി 3 ഈന്തപ്പഴം. ഇത്രയുമാണ് ഡ്രൈ ഫ്രൂട്ട്സായി ഞാൻ എടുത്തിരിക്കുന്നത്. ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക തൊലി കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുള്ള പാലൊഴിച്ച് അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വയ്ക്കാം. നിങ്ങൾക്കിത് 2 രീതിയിൽ സോക്ക് ചെയ്യാം. ഒന്നല്ലെങ്കിൽ രാത്രി ഇത് സോക്ക് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഷേക്ക് തയ്യാറാക്കുന്നതിന് അരമണിക്കൂർ മുൻപായി സോക്ക് ചെയ്ത് വയ്ക്കാം. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചെയ്യാം. അരമണിക്കൂറിന് ശേഷം സോക്ക് ചെയ്തെടുത്ത ഡ്രൈ ഫ്രൂട്ട്സും പാലും കൂടെ ഒരു ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രോസൺ ബനാന ഇട്ട് കൊടുക്കുക. മീഡിയം സൈസുള്ള ഒരു പഴം ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് തലേ ദിവസം രാത്രിയിലോ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, നന്നായി തണുത്ത് കിട്ടും. ഇനി ഇതിലേക്ക് കൊഴുപ്പ് കുറഞ്ഞ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. പശുവിൻ പാലിന് പകരം സോയ മിൽക്കോ അല്ലെങ്കിൽ ബദാം മിൽക്കോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഡെക്കറേറ്റ് ചെയ്യാനായി മുകളിൽ അല്പം സീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. റോസ്റ്റഡ് സൺഫ്ലവർ സീഡ്സും റോസ്റ്റഡ് പംകിൻ സീഡ്സും. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വെയിറ്റ് ലോസ് ബനാന മിൽക്ക് ഷേക്ക് തയ്യാറായി. ബ്രേക്ക്ഫാസ്റ്റിന് പകരമായി ഈ ഒരു മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ലഞ്ചായോ ഡിന്നറായോ ഏതെങ്കിലും ഒരു നേരത്ത് നിങ്ങൾക്കിത് കഴിക്കാം. ഇങ്ങനെ ഒരാഴ്ച അടുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ശരിയായ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മുടി കൊഴിച്ചിൽ മാറാനും മുഖത്തിൻ്റെ തിളക്കം കൂട്ടാനും ചർമ്മ സൗന്ദര്യത്തിനുമൊക്കെ വളരെ നല്ലതാണ് ഇതുപോലൊരു ഷേക്ക് തയ്യാറാക്കി കുടിക്കുന്നത്. വണ്ണം മാത്രമല്ല, ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനുമൊക്കെ ഇതുപോലെ നല്ലൊരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കി കുടിക്കാം. ഷുഗർ ഉള്ളവർ ഈന്തപ്പഴം ചേർക്കണമെന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ബനാന മിൽക്ക് ഷേക്ക് തയ്യാറാക്കി കുടിച്ചതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.